പഠിച്ചാലും മതിയാവാത്തൊരു 70-കാരിയുണ്ട് കണ്ണൂരിൽ. കിഴുന്ന സ്വദേശി സരള വാസു. ആളിപ്പോൾ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് അടിച്ച സന്തോഷത്തിലാണ്. വയസ്സായില്ല എന്ന് ചോദിക്കുന്നവരോട് സരള സരസമായി പറയും, പ്രായമൊക്കെ വെറും നമ്പറല്ലേ. സരളയ്ക്ക് ഇപ്പോഴിതൊക്കെ സിമ്പിളാണ്. 52 വർഷം മുൻപായിരുന്നെങ്കിൽ ഒന്നു പതറിയേനെ. അന്നായിരുന്നു ആദ്യമായി SSLC എഴുതിയത്. പക്ഷെ അന്ന് എല്ലാത്തിനും തോറ്റു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലാണ് പോയത്. ദുബായിൽ പോയി കഴിഞ്ഞിടത്ത് എനിക്ക് തോന്നില്ല ഞാൻ പഠിച്ചില്ലല്ലോ. എപ്പം തോന്നുന്നത് എനിക്ക് ആഗ്രഹമായിരുന്നു കോളേജിലെല്ലാം പോയി പഠിക്കണം. പിന്നെ ആ സങ്കടം അങ്ങ് തീർത്തു. കേന്ദ്ര സർക്കാരിന്റെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി. ദേ കയ്യിലൊരു ഫസ്റ്റ് ക്ലാസ്. പാസ്സാണെന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എന്നിട്ട് എനിക്ക് ഞാൻ ഇത് കിട്ടീനെന്ന് വിചാരിച്ചില്ല. ടോപ്പ് 10ൽ വന്നിട്ട് വേണ്ടിയിട്ട്. വൈകിട്ട് 6 മുതൽ 7 വരെ ഓൺലൈൻ ക്ലാസ്. 8 മാസം നീണ്ട പരിശീലനം. ടെൻഷൻ ഉണ്ടായിരുന്നു, പഠിച്ചെല്ലാം മറന്നു പോകുന്നു വിചാരിച്ചു. പക്ഷെ ഞാൻ ലെസനെല്ലാം നല്ലോണം വായിക്കുമായിരുന്നു. പാസ്സായതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചതുണ്ട്, വായിച്ചത്. ഇപ്പം ലെസൺ വായിച്ചാൽ ഇന്ന പേജിൽ ഇന്ന ഉണ്ട് എന്നെല്ലാം എനിക്കറിയാം. അപ്പം അതിൻ്റെ പോയിന്റ്സ് ഓർമ്മയുണ്ടാവില്ല എനിക്ക്. അത് വെച്ചിട്ട് എൻ്റെ ഓൺ സെൻറ്റൻസിൽ അത് എഴുതും. ഫുൾ സപ്പോർട്ട്. അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ പിന്നെ കട്ട സപ്പോർട്ട് തന്നെ. അപ്പം അങ്ങനെ ഓക്കെ, പാസ്സായി കിട്ടിയെങ്കിൽ പാസ്സായി കിട്ടിയിട്ടൊന്നായി ഹേർഡിൽ ക്രോസ് ചെയ്ത് പോകാമെന്ന് മാത്രമായിരുന്നു വിചാരിച്ചിട്ടുള്ളൂ. ടോപ്പ് 10ലൊക്കെ ആവുന്നല്ല സംഭവമല്ലേ. പഠിച്ചതും പരീക്ഷ എഴുതിയതും വെറുതെയല്ല. അക്യൂപങ്ക്ചറിസ്റ്റ് ആവണം, അതാണിപ്പോൾ മനസ്സിൽ. അപ്പോൾ എനിക്ക് കൊറോണേൻ്റെ വാക്സിൻ എടുത്തെടുത്ത് ഭയങ്കര കാലും കയ്യിലും വേദനയായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ വേദനയെല്ലാം മാറിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്കും ഇത് പഠിക്കണേനു. അപ്പോൾ അവരോട് ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് +2 ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പഠിക്കണ്ടേല. അങ്ങനെ ഇഷ്ടത്തിലേക്കുള്ള ആദ്യ പടി. വേറെ എല്ലാ കുട്ടികളോടും പറയാം, സമയത്തിന് അവരവരെ സമയം ഉണ്ടാവില്ല, പഠിക്കേണ്ടല്ല സമയം. അത് നന്നായിട്ട് എന്തെല്ലാം പഠിച്ച് തീർക്കാൻ പറ്റും പഠിച്ചു തീർക്കണം. ഞാനും വെറുതെ ഇരിക്കില്ല. തുന്നൽ പഠിച്ച് തുന്നും. ദുബായി പോയിട്ട് അറബി പഠിച്ചിട്ട് അറബി ട്യൂഷൻ എടുക്കും. 70ാം വയസ്സിൽ തുടങ്ങിയ പഠനം എന്തായാലും ഇപ്പോഴൊന്നും നിർത്താൻ ഉദ്ദേശമല്ല അമ്മ. ഇനിയും തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് 70 വയസ്സായി എന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കുട്ടികളെ കൂടെയാണ് അധികം ജീവിക്കുന്നത്. അപ്പോൾ അവരെ മെൻറ്റാലിറ്റി അല്ല എനിക്കുണ്ടാവും. കണ്ണൂരിൽ നിന്നും അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഞങ്ങൾക്കും തോന്നുന്നില്ല 70 വയസ്സായി എന്നുള്ളത്. എന്തായാലും ആ യാത്രയ്ക്ക് എല്ലാ ആശംസകളും. കാരണം താങ്കൾ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അത് പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതും നിരന്തരമായി ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളും അതുതന്നെയാണ് ഈ 70 വയസ്സിലും അവരെ ഇങ്ങനെ ചുറുചുറുക്കോടെ നിർത്തുന്നത്.